നമസ്കാരം വ്യൂവേഴ്സ്, സർവീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ പാലക്കാടിൻ്റെ സ്വന്തം മലമ്പുഴ ഡാമിലാണ്. അപ്പോൾ മലമ്പുഴ ഡാമിൽ ജനുവരി 23 തൊട്ട് ആരംഭിക്കാനിരിക്കുന്ന ഫ്ലവർ ഷോയുടെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സൺഡേ ഈവനിങ് എത്തിയതുകൊണ്ട് തന്നെ അന്യായ തിരക്കാണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇനി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ എന്തായാലും നമുക്ക് മലമ്പുഴയിലെ ഒരുക്കിയിരിക്കുന്ന ഡെക്കറേഷൻസ് എല്ലാം കാണാം. സോ അത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മലമ്പുഴയുടെ അകത്ത് കയറിയതിന് ശേഷം കാണാം. ₹30 എൻട്രി ടിക്കറ്റും എടുത്ത് നമ്മൾ മലമ്പുഴ ഗാർഡനിലേക്ക് അകത്ത് കയറിയിരിക്കുകയാണ്. സോ കയറുമ്പോൾ തന്നെ നോർമലി നമ്മൾ മലമ്പുഴയിൽ വരുമ്പോൾ കാണുന്നത് പോലെയല്ല, ഒരുപാട് ഫ്ലവേഴ്സ് അവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് മിക്സഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. മാക്സിമം ഞാൻ കമൻറ്ററി കുറച്ച് വിഷ്വൽസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇവിടെ ചെറിയൊരു മാൻ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യലായിട്ട്. ഇവിടെ എല്ലാം പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊന്നും നോർമലി മലമ്പുഴ ഡാമിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതല്ല. ഇതൊക്കെ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇത് ആന്തൂറിയമിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പ്ലാസ്റ്റിക് പോട്ട്സിലാണ് അവർ ചേരിക്കുന്നത്. അതൊക്കെ പെർമനൻറ്റ് കുറച്ച് വലിയ പോട്ട്സാണ്. അവിടെ താഴെ ഉണ്ടായിരുന്നതൊക്കെ പ്ലാസ്റ്റിക് കവറുകളിലായിരുന്നു അവർ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ട്രാക്ടറിൽ ഫ്ലവർ ഷോയ്ക്ക് എവിടെയോ സെറ്റ് ചെയ്യാനുള്ള പൂക്കൾ കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇങ്ങനെ പൂക്കൾ കൊണ്ടുവന്നിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മലമ്പുഴ ഡാം കാണാം. 1949 പണി തുടങ്ങി 1955 പണി തീർത്ത മലമ്പുഴ ഡാം. ഇത് കേരളത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ഡാം. സന്തോഷമുള്ള കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മലമ്പുഴയിലുണ്ടായിരുന്ന ആ കാളിയമർദ്ദനത്തിൻ്റെ പ്രതിമ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടനൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ റോക്സൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് മലമ്പുഴ റീമോഡൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മണ്ണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ റോസാ ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ബാക്കി വെച്ചിരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില പ്ലാന്റ്സൊക്കെ ഇവിടെ തന്നെ അവർ പ്ലാന്റ് ചെയ്യാൻ പോകുകയെന്നാണ്. ഇതൊന്നും എടുത്തുകൊണ്ട് പോവില്ല. സോ അതുകൊണ്ട് തന്നെ മലമ്പുഴ ശരിക്കും പറഞ്ഞാൽ ഒരു റീഡിസൈൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടനൊന്നും ഓൺ ആക്കിയിട്ടില്ല, അതൊക്കെ ഓൺ ആക്കുമായിരിക്കാം. ശരിക്കും മലമ്പുഴയ്ക്ക് വരാൻ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ടൈം ഈവനിങ് ഒരു 5 o'clock ആണ്. 5 തൊട്ട് ഒരു നൈറ്റ് 8:30 വരെ നമുക്കിവിടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാം. ഡാമിൽ ലൈറ്റ്സൊക്കെ ഓണാവും. ഇവിടെ എല്ലാം എക്സ്ട്രാ ലൈറ്റ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ വ്യൂ ആയിരിക്കും. ഇവിടെയൊക്കെ ആക്ച്വലി ഗ്രാസ് ആയിരുന്നു, അതൊക്കെ മാറ്റി അവർ വാടാമല്ലിയും സലോഷിയൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ സൺഫ്ലവേഴ്സാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം വാടി, അത് കാരണം അതിനെന്തോ ഒരു ടൈം ഉണ്ടല്ലോ, ഒരു പെർഫെക്റ്റ് ടൈമിലല്ലേ നമുക്ക് സൺഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ ഇതിനകത്തൊക്കെ സൺഫ്ലവർ സീഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നൊരു ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ആക്ച്വലി സൺഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നില്ലേ, ഇതൊക്കെ ആൾക്കാർ സീഡ്സ് എടുത്തുകൊണ്ട് പോയതാണ്. അവിടെ ഉള്ളതിലൊക്കെ സീഡ്സ് ഉണ്ട്, ഇതിലൊന്നിലും ഇല്ല. അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് മെല്ലെ ഇതിൻ്റെ സീഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തിട്ടങ്ങ് പോകുന്നുണ്ട്. അതിനാണ് ഇവിടെ ചേച്ചിമാർ എപ്പോഴും നിൽക്കുന്നുണ്ട്. വിസിലടി കേട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ആരോ പൂ പറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കുന്നുണ്ടെന്നാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ട്. ഒരു ചന്ദ്രക്കലയാണ് ഇവിടെ ചേരിക്കുന്നത്. അതിന് ചുറ്റും അഗൈൻ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഒന്നും ഗ്രൗണ്ടിൽ പ്ലാന്റ് ചെയ്തിട്ടില്ല, എല്ലാം മണ്ണിൽ പ്ലാസ്റ്റിക് കവേഴ്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഹോണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് മലമ്പുഴ ഗാർഡൻ ശരിക്കും ഗാർഡനായത്. ഒരുപാട് പൂക്കൾ ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുണ്ട്. ഇനി ഫ്ലവർ ഷോ കഴിഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് വന്നു തന്നെ അറിയണം. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തേക്കൊന്ന് പോവാം. ഇവിടെ ഏകദേശം അവിടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാം. ഇവിടെ നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തെത്തുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ബൊഗൈൻവില്ല അവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻ പക്ക ഫ്ലവറിങ് കണ്ടീഷനിൽ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അറ്റം വരെ ബൊഗൈൻവില്ലയുടെ ഒരു റോയാണുള്ളത്. ഇനി നമുക്ക് അങ്ങടേക്ക് പോയി അവിടെ കുറച്ച് പെയിൻ്റൊക്കെ മാറ്റി അടിച്ചിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം. അവിടെ പൂക്കളൊന്നുമില്ല, അവിടെയൊക്കെ ഓൾറെഡി നോർമലി ഉള്ളത് തന്നെയാണ്. ഇവിടെ മാത്രമാണ് കുറച്ച് ചേഞ്ചസ് ഉള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പൂക്കൾ തന്നെയാണ്, ബട്ട് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് ഇത് മണ്ണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ടെമ്പററി അല്ല, പെർമനൻ്റ് ആണ്. ആ ഒരു ഉദ്യാനത്തിൻ്റെ ലുക്ക് അവർ കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തന്നെയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു റോപ്പ് വേ ഇപ്പോഴാണ് എടുക്കേണ്ടത്. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടന്ന് കാണേണ്ട ഒരു ഓവർ ഹെഡ് വ്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ റോപ്പ് വേ എല്ലാം തന്നെ ഫുള്ളായിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഇന്ന് സൺഡേ ആണ്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ റോപ്പ് വേ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വർത്തായിരിക്കും. ഇവിടേക്ക് വരുന്നവരോട് എനിക്കൊരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഇവിടെ നിങ്ങൾ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ പോവുക. നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോവുക. ഇവിടെ വേസ്റ്റ് ഒന്നും ഇടരുത്. ഇപ്പോൾ തന്നെ പല സ്ഥലത്തും ചെറിയ ചെറിയ റാപ്പറുകളും ബോട്ടിലുകളൊക്കെ ആൾക്കാർ നിക്ഷേപിച്ച് തുടങ്ങി. അപ്പോൾ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ദയവ് ചെയ്ത് പൂക്കൾ പറിക്കരുത്, ചെടി പറിച്ചുകൊണ്ട് പോകരുത്. കാരണം അതൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ ഒരുപാട് ക്ലീനിങ്ങിനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അവരെ കഷ്ടപ്പെടുത്താതിരിക്കുക മാക്സിമം. അങ്ങനെ നമ്മൾ വന്ന പണി കഴിഞ്ഞു. ഡാമിലെ ഫ്ലവർ ഷോയുടെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ പോലെ കാണാനായിട്ട്. ഞാനൊന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് എൻജോയ് ദ വ്യൂ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയത്, നിങ്ങൾ കുട്ടികളെയും കൊണ്ട് വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല തിരക്കുള്ള സമയമാണ്, കുട്ടികൾ അവിടെ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. സോ ദയവായി കുട്ടികളെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക.
അങ്ങനെ നമ്മൾ മലമ്പുഴ ഫ്ലവർ ഷോയ്ക്ക് മുൻപുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 23 മുതൽ 27 വരെയാണ് ഫ്ലവർ ഷോ ഉള്ളത്. തീർച്ചയായും ഒന്ന് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അരവീസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനു മുൻപ് നമുക്ക് ചെറിയൊരു പണി ചെയ്യാനുണ്ട്. കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഇവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവുകയാണ്. സോ മുൻപ് പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ.